എടാ ചെല്ലടാ അവനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. പക്ഷെ നീ ഓർക്കണം, ഇംഗ്ലീഷില് നമ്മള് പലതരത്തില് സന്ദർഭങ്ങളിൽ കടന്നു വരുന്ന ചില വാക്കുകൾ പ്രയോഗങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നും ശ്രദ്ധിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ വളരെ പല പല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എടാ പെട്ടെന്ന് പോയിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞോ, ബട്ട് റിമെമ്പർ ഹി ഈസ് ആൻ ആംഗ്രി മാൻ. ഇവിടെ നമ്മളെ നിത്യജീവിതത്തിൽ കടന്നു വരുന്ന ഇംഗ്ലീഷുകാരുടെ നാവിൻ തുമ്പത്ത് വന്ന് കടന്നു വന്ന ഒരു സംഭവമാണ് അത്. ബട്ട് റിമെമ്പർ, പക്ഷെ നീ ഓർക്കുക. ബട്ട് റിമെമ്പർ, നീ ഓർക്കണം, അവൻ ഭയങ്കര ആംഗ്രി പേഴ്സൺ ആണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്, കർക്കശക്കാരനാണ്, എന്റെ കളിയൊന്നും ചിലപ്പോ നടന്നത് വരില്ല. ബട്ട് റിമെമ്പർ, ബട്ട് റിമെമ്പർ, ഇങ്ങനെ നാവിൻ തുമ്പത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കണം. അല്ലെങ്കിൽ റിമെമ്പർ, റിമെമ്പർ എന്ന് മാത്രമാണേ പറയാ, അല്ലെങ്കിൽ ബട്ട് റിമെമ്പർ, അത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കടന്നു വരുതാ. എന്റെ അടുത്ത് പോയിട്ട് ഇവനോട് പറയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ബട്ട് റിമെമ്പർ, പക്ഷേ എന്ന് വരുന്നുണ്ടില്ല, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് റിമെമ്പർ ഹി ഈസ് ആൻ ആംഗ്രി മാൻ. അല്ലെങ്കിൽ ബട്ട് റിമെമ്പർ, ഏതോ ഒരു സിനിമയിലില്ലേ നമ്മുടെ കൊച്ചിൻ ഹനീഫ ഒരു ഭ്രാന്തനെ തളയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, വാ എന്റെ പൊന്നു പോലെ കടന്നു വാ, ഞാനല്ലേ വിളിക്കുന്നത് പറഞ്ഞത്, സാരമില്ല പോരി എന്ന് പറയുന്നത്, അത് കൊച്ചിൻ ഹനീഫാണ് ആള്. അതുപോലെ തന്നെ ബട്ട് റിമെമ്പർ ഹി ഈസ് മാഡ്, ഹീസ് മാഡ്, മാഡ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തനാന്നുള്ളതാണ്. അപ്പൊ ഹി ഈസ് മാഡ്, ബട്ട് റിമെമ്പർ ദേ ആർ. ഒരുപാട് ഉദാഹരണങ്ങൾ. അവര് തിരക്കിലായിരിക്കുക, പക്ഷെങ്കിൽ നീ വളരെ മയത്തി പറയണേ. ദേ ആർ ബട്ട് റിമെമ്പർ ദേ ആർ ഓൺ വർക്ക്, ദേ ആർ ബിസി വിത്ത് വർക്ക്, അല്ലെങ്കിൽ ദേ ആർ ബിസി വർക്കിംഗ്, എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ബട്ട് റിമെമ്പർ എന്നുള്ളതാണ്. അപ്പൊ ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല, കടന്നു വരണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിനുകൊണ്ട് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ബട്ട് റിമെമ്പർ, പക്ഷെ ആ റിമെമ്പറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വേറൊരു സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡു യു റിമെമ്പർ മീ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? എടാ ഞാൻ ആ പഴയ ആളെന്നാണ്, റിമെമ്പർ മീ. ജസ്റ്റ് റിമെമ്പർ മീ എന്ന് പറഞ്ഞാൽ മതി, ഒരു ചോദ്യ ചിഹ്നാക്കിയിട്ട്. റിമെമ്പർ മീ, എന്നെ ഓർക്കുന്നുണ്ടോ? യു ടോക്ക് ടു മീ യെസ്റ്റർഡേ, നീ എന്നോട് സംസാരിച്ച് ഇന്നലെ. അല്ലെങ്കിൽ ഐ സോ യു യെസ്റ്റർഡേ, ഞാൻ നിന്നെ കണ്ടു ഇന്നലെ. റിമെമ്പർ മീ, ഐ ലീവ് ഇൻ യുവർ ബിൽഡിംഗ്, ഐ ലീവ് ഇൻ യുവർ ബിൽഡിംഗ്, ഐ ലീവ് ഇൻ യുവർ ബിൽഡിംഗ്. ഞാൻ നിന്റെ ബിൽഡിംഗിൽ, അതായത് നീ താമസിക്കുന്ന അതേ ബിൽഡിംഗിൽ തന്നെയാണ് ഞാനും താമസിക്കുന്നത്. ഞാൻ നിന്റെ ബിൽഡിംഗിലാണ് താമസിക്കുന്നത്, നമ്മളെ രണ്ടാളും ഒരേ ബിൽഡിംഗിലാണ്. ഐ ലീവ് ഇൻ യുവർ ബിൽഡിംഗ്, യു റിമെമ്പർ മീ, ഐ സോ യു യെസ്റ്റർഡേ, അല്ലെ യു സോ മീ യെസ്റ്റർഡേ, ഐ ടോക്ക് ടു യു. അങ്ങനെ പലതരത്തിൽ പറയാൻ സാധിക്കും. റിമെമ്പർ മീ, എന്നെ ഓർക്കുന്നുണ്ടോ? ഐ റിമെമ്പർ യു, ഞാൻ നിന്നെ ഓർക്കുന്നു. അങ്ങനെ എല്ലാം കടന്നു വരും കേട്ടോ ഈ റിമെമ്പർ വെച്ചിട്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ ബട്ട് റിമെമ്പർ അത് പ്രധാനപ്പെട്ടതാണ്, കടന്നു വരണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതെല്ലാം തന്നെ. ഓക്കെ, അടുത്തതായിട്ട് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സാധനമാണ് പറയുന്നത്. അത് വളരെ ഉപയോഗപ്രദമാണ് ഇംഗ്ലീഷിൽ, നമ്മൾ അതുകൊണ്ട് കുറെ സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അതായത് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്. ഇപ്പൊ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞതാ, യു ഡോണ്ട് ലൈക്ക് ഹിം, ഡു യു. അവിടുത്തെ ഡു യു എന്നുള്ള സംഭവം വന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്. അതായത് നിനക്ക് അവനെ ഇഷ്ടമല്ല അല്ലേ, അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ ഫുള്ളായിട്ടൊന്ന് കേക്ക്, എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. യു ഡോണ്ട് ലൈക്ക് ഹിം, അല്ലെ യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, യു ഡോണ്ട് ലൈക്ക് ഹിം, അതന്നെ അതാന്നല്ലേ, എനിക്ക് അവന് ഇഷ്ടമല്ലല്ലേ. ഡു യു, അത് ആണോ, ഇഷ്ടമാണോ? അതായത് നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അതിനെ ഒന്നുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് അല്ലേ, ആണോ, അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക ക്വസ്റ്റ്യൻ ടാഗ്. അതാണ് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്. യു ഡോണ്ട്, ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് നോട്ട് നെഗറ്റീവ് ആണ്. അപ്പോ മറ്റേ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും, ഡു എന്നാ വരിക. അല്ലാണ്ട് യു ഡോണ്ട് ലൈക്ക് ഹിം, ഡോണ്ട് യു എന്നല്ല വരിക. യു ഡോണ്ട് ലൈക്ക് ഹിം, ഡു യു. അതായത് യു ഡോണ്ട് ലൈക്ക് ഹിം, ഡു യു, യു ഡോണ്ട് ലൈക്ക് ഹിം, എനിക്ക് അവന് ഇഷ്ടമല്ല, ഡു യു, അല്ലേ, ആ രീതിയിലാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ വേറൊന്ന് വെച്ചാൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇസ്ന്റ് ഇറ്റ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇസ്ന്റ് ഇറ്റ്, ഈസ് പ്ലസ് നോട്ട് ഈസിന്റ്, അത് നെഗറ്റീവ് വന്ന ഇറ്റ് ഈസ് എന്ന് വന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എന്നല്ല പറഞ്ഞ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമാണ് അല്ലേ. ഈസിന്റ് ഇറ്റ്, ഈസിന്റ് ഇറ്റ്, ഈസിന്റ് ഇറ്റ്, അല്ലേ. ആ രീതിയിൽ ഒന്നും കൂടി ഊന്നൽ നൽകുന്ന സമയത്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് കടന്നു വരുന്നത്. അപ്പൊ കുറേ ഉദാഹരണങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ എന്താ പറയാ, പോസിറ്റീവ് നെഗറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ആകെയുള്ള നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതൊന്നും കൂടി ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട്. യു ഡോണ്ട് ലൈക്ക് ഹിം, അപ്പുറം പോസിറ്റീവാ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവാ പറയാം. പക്ഷെ അത് നിത്യജീവിതത്തിൽ കടന്നു വരണം. ഏത്, എനിക്ക് അവന് ഇഷ്ടമില്ല അല്ലേ, യു ഡോണ്ട് ലൈക്ക് ഹിം, ഡു യു,
അല്ലെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് പോസിറ്റീവ് വരുന്നാലും നെഗറ്റീവ് വരിക, നെഗറ്റീവ് പറയുന്നാലും പോസിറ്റീവ് വരിക. അത് നമ്മുടെ നിത്യജീവിതത്തിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളോട് ഓട്ടോമാറ്റിക്കായിട്ട് ഊന്നൽ നൽകണം എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെയാണ് വരിക. അത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വരണമെന്നില്ല. പക്ഷെങ്കിൽ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, കുറെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരും നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പഠിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഏത് സമയത്തും നമുക്ക് എന്ത് പറ്റും, ചില സമയത്ത് നമുക്ക് പറയാൻ കഴിയും, പറയാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചില സമയത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം ഒന്നല്ല, പക്ഷെ ഞാൻ നിങ്ങൾ ഇങ്ങനെ പല ഭാഗത്തു നിന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നാണ്. അല്ലാതെ ഞാൻ വലിയൊരു പ്രൊഫസർ ഒന്നല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചില സമയത്ത് പറയുന്നത് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്, ഭയങ്കര ഇതില്ലെങ്കിൽ പറയൂ. ചില സമയത്ത് നമുക്കൊരു എപ്പോഴും ഒരു കൺഫ്യൂഷൻ, എത്ര പഠിച്ച ആളാണെന്നുണ്ടെങ്കിലും നമുക്കൊരു എന്താ പറയാ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്, ഫസ്റ്റ് ഇയറിൽ ഇട്ടിട്ട് വരാനൊരു പ്രയാസം ഉണ്ടാവും. അത് എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ ഏറ്റവും നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മൈൻഡിൽ ആദ്യം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് ലാസ്റ്റ് കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് എനിക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ടിപ്പ് പറഞ്ഞു തരികയാണ്. അതായത് നമ്മൾ വേറൊരാളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ മുൻകൂറായിട്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരാളോട് പോയിട്ട് സംസാരിക്കരുത്. ആ സമയത്ത് ബബ്ബായിപ്പോ അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഇതിങ്ങ് പെട്ടെന്ന് ഗ്രഹിക്കാനും പിന്നീട് സംസാരിക്കാനൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ എവിടെ കയറി ചെല്ലുക എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ പഠിച്ചില്ലേ, നിങ്ങൾ പഠിച്ചതിന്റെ അറിവനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. ഞാൻ എന്താ പഠിച്ചത് അത് എന്റെ നാവിൻതുമ്പത്ത് എങ്ങനെയെങ്കിലൊക്കെ എത്തിച്ചേരും. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത് അത് മതിയടോ. അതാണ് ഇത് ഏറ്റവും പറയാനുള്ളത്. ഒരു സ്ഥലത്തേക്ക് പോയി ചെല്ലാന്നുണ്ടെങ്കിൽ അവനോട് ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ എത്തിയതിന് ശേഷം എന്താണ് നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഇംഗ്ലീഷ് അവിടെ വെച്ചിട്ട് തുടങ്ങണം. അല്ലാണ്ട് നമ്മൾ അവിടത്തേക്ക് പോകുന്ന സമയത്ത് പോലെ കണ്ട പാടന്നെ ഡു യു റിമെമ്പർ മീ, I am Fasal, I spoke to your brother yesterday. അതൊക്കെ നമ്മൾ ആദ്യം ഇതാക്കിയിട്ട് അവിടെ പോയിട്ട് do you remember me, I spoke to your brother yesterday. ആ രീതിയിൽ വരരുത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് hey man, do you remember me, I talked to your friend yesterday, you saw me and we were in discussion. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങ് പറയാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കണ്ടില്ലേ, സ്റ്റാർട്ടിങ് ട്രബിൾ ചില സമയത്ത് വരും. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്കറിയുന്ന എന്താണ് അത് നമ്മളങ്ങ് പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് മുൻകൂട്ടി ഇംഗ്ലീഷ് ഒരു സെന്റൻസ് ഉണ്ടാക്കിയിട്ട് എവിടെയും പോയിട്ട് അതിപ്പോ ഒരു സ്റ്റേജ് മേലാണെങ്കിൽ കൂടി നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് എന്താണ് അറിവുള്ളത് അതേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അവിടെയാണ് നമ്മളെ വിജയം വരുന്നത്. എല്ലാ സ്ഥലത്തും പറയാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. മനസ്സിലായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യെസ്, മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പുതിയ വീഡിയോയിൽ കാണാം.